ഈ ഒരു ഹാക്ക് അറിയുമോ എന്നുള്ളത് അറിയില്ല, എന്നാലും ഇതിവിടെ ഇരിക്കട്ടെ, ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലോ. നമുക്ക് ഈ ഡമ്മി കേക്കൊക്കെ ഓർഡർ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഈ ഒരു ഡമ്മിക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് അതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ ഈ ടേൺ ടേബിളിൻ്റെ മേലെ നമ്മൾ പറഞ്ഞ രീതിക്ക് അത് നിൽക്കില്ല. അപ്പോൾ നമ്മളൊന്നെങ്കിൽ അതിൻ്റെ മേലേക്ക് എന്തെങ്കിലും വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണല്ലേ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുക. ഞാനത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യൽ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. താഴെ നമ്മളുടെ ടേൺ ടേബിളിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ട് ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു കേക്ക് ബേസും ഡമ്മിയും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ക്രീം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് കളറിലാണോ ആ ഒരു ഇതിൽ കളറിലൊക്കെ ആക്കിയിട്ട് ക്രീം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡമ്മി കവർ ചെയ്തെടുക്കുക. അങ്ങനെ ആവുമ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിപ്പോയിട്ട് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കളറ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ടേൺ ടേബിളിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ പശയൊക്കെ ഒന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യുക, വീണ് പോകാതെ നോക്കണം. എന്നിട്ട് നമ്മളുടെ ഫൈനൽ ലുക്കിലേക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1/2 kg ആണ്. താഴെ ഡമ്മി മുകളിൽ കേക്കുമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോയിങ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.